നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പെപ്പർ ചിക്കനാണ്. വളരെ എളുപ്പത്തിൽ ഒരു പെപ്പർ ചിക്കൻ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പെപ്പർ ചിക്കൻ ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ലല്ലോ. നല്ലപോലെ കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല എരിവോടുകൂടി ഒരു ചിക്കൻ കറി, പ്രത്യേകിച്ച് മഴക്കാലത്ത് ഒക്കെ കഴിക്കാൻ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്ത് അതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് നാരങ്ങയുടെ നീരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു ഭാഗത്ത് എടുത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഒന്ന് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയും നല്ലപോലെ ചൂടായി. അതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള നന്നായി വഴണ്ടി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതേപോലത്തെ ഒരു 10-15 വെളുത്തുള്ളി നന്നായി ഒന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്തിട്ട് ഈ ഉള്ളിയിലേക്ക് നമുക്ക് ഈ സവാള വഴണ്ടി വരാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് നമുക്ക് ഒരു തക്കാളി കൂടി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 3ഉം കൂടി നന്നായിട്ടൊന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാളയും തക്കാളിയും ഒക്കെ പെട്ടെന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റാവും. അതേപോലെ തന്നെ പിന്നെ ഇതിലേക്ക് എന്തൊക്കെ സ്പൈസസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നോക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം. അതുപോലെ തന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഗരം മസാലയുടെ പൊടി, അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി വേണം. അതേപോലെ മല്ലിപ്പൊടി വേണം. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ. കുരുമുളക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കുരുമുളക് പൊടി ആവുന്നത് ഇടാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് നല്ല കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ മുഴുവനായിട്ടുള്ള കുരുമുളക് വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഒന്ന് പൊടിക്കുക, നന്നായിട്ട് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ചതച്ചെടുക്കുക നല്ലപോലെ. എന്നിട്ട് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയുടെ ആ മണമൊക്കെ കറിക്ക് നല്ലപോലെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ ഈ പൊടികളും ഉള്ളിയും മസാലയും എല്ലാം ചിക്കനിലേക്ക് നല്ലപോലെ വരണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്ക് ആദ്യം അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു ചെറിയ ടിപ്പാട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പെപ്പർ ചിക്കന് പ്രത്യേകിച്ച്. വേണമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. നെയ്യ് ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. 1 ടീസ്പൂൺ മാത്രം നെയ്യ്, അധികം ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്കിതൊരു അരമണിക്കൂർ, കറക്റ്റ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റെങ്കിലും ചിക്കൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിലൊന്നും പിടിച്ചു പോകരുത്. പിന്നെ ഇതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് എത്രയാണ് നമുക്ക് ഗ്രേവി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ നേരത്തെ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ കുറച്ച് ചിക്കൻ ഗ്രേവിയൊക്കെ വേണം എല്ലാവർക്കും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം, ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം കൂടി അടച്ചു വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു 30 to 35 മിനിറ്റ് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ കറക്റ്റ് വേവാവും. ഒരു 30-35 മിനിറ്റ്സ് വരെയെങ്കിലും വേവിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റ് ഇപ്പം ചിക്കൻ്റെ പീസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തത് പോരാതെ പിന്നെ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം എന്തായാലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇറങ്ങി വരും. അപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഗ്രേവി. വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ചിലർക്ക് വേണമെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പക്ഷേ തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. തേങ്ങാപ്പാൽ ഒഴിക്കാതെ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ കുറച്ച് മല്ലിയിലയും കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക അവസാനം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ. താങ്ക്